കോഴിക്കോട് വടകരയിൽ അജ്ഞാത വാഹനമിടിച്ച് 9 വയസ്സുകാരി കോമയിലാവുകയും മുത്തശ്ശി മരിക്കുകയും ചെയ്ത സംഭവത്തിൽ വാഹനവും വാഹന ഉടമയെയും പോലീസ് തിരിച്ചറിഞ്ഞു. അപകടം നടന്ന് 10 മാസത്തിന് ശേഷമാണ് വാഹനം കണ്ടെത്തിയത്. കാർ മതിലിൽ ഇടിച്ചെന്ന് വരുത്തി പ്രതി ഇൻഷുറൻസ് ക്ലെയിമിന് ശ്രമിച്ചതാണ് വാഹനം കണ്ടെത്താൻ അന്വേഷണ സംഘത്തെ സഹായിച്ചതെന്ന് വടകര റൂറൽ എസ്.പി അറിയിച്ചു. ഫെബ്രുവരി 17-ന് കോഴിക്കോട് വടകര ചോറോട് ദേശീയപാതയിൽ വെച്ചുണ്ടായ അപകടത്തിലാണ് മുത്തശ്ശി ബേബി മരണപ്പെടുകയും കൊച്ചുമകളായ ദൃഷാന കോമയിലാവുകയും ചെയ്തത്. അമിത വേഗത്തിലെത്തിയ കാർ ഇരുവരെയും ഇടിച്ചു തെറിപ്പിച്ച് നിർത്താതെ പോവുകയായിരുന്നു. ബേബി ആശുപത്രിയിലെത്തിക്കുമ്പോഴേക്കും മരിച്ചിരുന്നു. ദൃഷാന ഇപ്പോഴും കോമയിൽ ചികിത്സയിൽ തുടരുകയാണ്. ഈ സംഭവത്തിലാണ് ഇതുവരെ കാണാമറയത്തായിരുന്ന കാർ പോലീസ് കണ്ടെത്തിയത്. വടകര പുറമേരി സ്വദേശിയായ ഷജീലിന്റെ വെള്ള സ്വിഫ്റ്റ് കാറാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. കാർ മതിലിൽ ഇടിച്ചെന്ന് വരുത്തി പ്രതി ഇൻഷുറൻസ് ക്ലെയിമിന് ശ്രമിച്ചതാണ് വാഹനം കണ്ടെത്താൻ അന്വേഷണ സംഘത്തെ സഹായിച്ചത്. ആദ്യം ലോക്കൽ പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചും അന്വേഷിച്ച കേസിൽ തുമ്പുണ്ടാക്കാത്തതിനെ തുടർന്നെത്തിയ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണ് കാണാമറയത്തായിരുന്ന കാർ കണ്ടെത്തിയത്. അപകടം നടന്ന ശേഷം പിടിക്കപ്പെടുമെന്ന് കരുതി ഷജിൽ വിദേശത്തേക്ക് കടന്നതായും നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും വടകര റൂറൽ എസ്.പി പി നിതിൻ രാജ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഷജീൽ എന്ന് പറയുന്ന ആ വണ്ടിയുടെ തന്നെ RC ഓണറായിട്ടുള്ള ഷജീൽ ആണ് ഈ വണ്ടി ഓടിച്ചിരുന്നത് എന്നും അന്ന് വടകരയിൽ നിന്നും തലശ്ശേരിയിലേക്കുള്ള യാത്രയ്ക്കിടെ അശ്രദ്ധമായി പോയ ഒരു സമയത്ത് അപകടം സംഭവിച്ചതാണ് എന്നും എന്നാൽ അതിനെ തുടർന്ന് ഈ ഒരു അപകടം നടന്നു എന്നുള്ളത് അറിഞ്ഞതിന് ശേഷം വണ്ടി നിർത്താതെ പിന്നീട് മുന്നോട്ട് പോവുകയും പിടികൂടാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് വണ്ടിയിൽ ആവശ്യമായിട്ടുള്ള മോഡിഫിക്കേഷൻ നടത്തുകയായിരുന്നു ചെയ്യുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ വണ്ടി ഇടിച്ച കാറിനെ പോലീസ് ഇപ്പോൾ സീസ് ചെയ്തിട്ടുണ്ട്. അന്നേ ദിവസം വണ്ടി ഓടിച്ച ആൾ ഇന്ന് ഇപ്പോൾ UAE-യിലാണുള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഉടനെ തന്നെ പ്രതിയെ നാട്ടിൽ കൊണ്ടുവരുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ പോലീസിൻ്റെ ഭാഗത്തുണ്ട്. അപകടത്തിന് ശേഷം പിടിക്കപ്പെടാതിരിക്കാൻ വാഹനത്തിന് രൂപമാറ്റം വരുത്തിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം പ്രതിയെ തിരിച്ചറിഞ്ഞതിൽ ആശ്വാസമുണ്ടെന്ന് കുടുംബം പ്രതികരിച്ചു. അമൃത ന്യൂസ്, കോഴിക്കോട്.